കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്ന കൊളാബ് വർക്കിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് അപ്പോൾ മൂപ്പര് ഇതേ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം ഇവൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അവനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടും കൈയടിച്ചിട്ടും ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ചില സമയത്ത് പാല് കുടിച്ചു വെച്ചാൽ മൂപ്പര് പെട്ടെന്ന് ഉറങ്ങൂട്ടാ. ചില സമയത്ത് വെച്ചാൽ പാല് കുടിച്ച് വയറൊക്കെ ഒന്ന് വീർത്ത് കഴിഞ്ഞ് വെച്ചാൽ ആൾ കളിക്കായിരിക്കും. ഇപ്പോൾ ഇത് പ്രശ്നമല്ല. പക്ഷേ രാത്രി ഒരു 11:30 ആകുമ്പോൾ ആളൊരു ഇരിപ്പുണ്ട്. അത് കെട്ടിൻ്റെ പണിയായിട്ട് തരാറ്. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് വിഷുവിന് എടുത്തുന്ന ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കൊടുന്നേരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു. എന്താണ് നല്ല രസമുള്ള ഒരു ഫീഡിങ്ങിൻ്റെ ടോപ്പാണ് കേട്ടോ. അതിനകത്ത് നല്ല മണം. ഈ ചില ഡ്രസ്സിന് പുതിയ ഡ്രസ്സ് എടുത്ത് വന്നു വെച്ചാൽ നല്ലൊരു മണം ഉണ്ടാവില്ല. മണക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. വിഷുവായിട്ട് ചേട്ടനൊന്നും എടുക്കാതെ ചേട്ടൻ എനിക്കും ഉണ്ണിക്കും മാത്രമായിട്ട് ഇപ്രാവശ്യവും ഡ്രസ്സ് എടുത്ത് വന്നേക്കണേ. അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ഡ്രസ്സ് എടുത്താലുള്ള പ്രശ്നം ഇതാട്ടോ. ആദർശാണ് ചേട്ടൻ എടുക്കില്ല. അത് കണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ. ക്ലിപ്പിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. തലയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ഇതേ ബണ്ണിട്ടിട്ട് ഞാൻ മുടി അങ്ങോട്ട് വലിച്ച് കെട്ടിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ ബണ്ണ് മുടിക്കായ എന്നൊക്കെ ഈ സംഭവത്തിനെ പറയാം. അങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് വലിച്ച് കെട്ടി വെച്ചു കേട്ടോ. ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടുമ്പോൾ അപ്പുറത്തുനിന്ന് ഭയങ്കര കൂക്കും വിളി കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്ക അവിടെ ഇരുന്നിട്ട് അലമ്പാക്കുണ്ടായിരുന്നു. അങ്ങനെ വേഗം പോയിട്ട് അവനെടുത്തു. പിന്നെ അവനെ കരച്ചിലൊന്ന് സമാധാനിപ്പിക്കട്ടെ. മൂപ്പർക്ക് വേറെ ഒന്നല്ല, കുറച്ച് നേരം ഇങ്ങനെ എടുത്തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ നേരമായാലൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവനും കൊണ്ടിങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഞാൻ വെറുതെ ഹാളിൽ കൂടെ ഫാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അവനെടുത്ത് ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് നടന്നാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം തൊട്ടിയിൽ ഇടാൻ നോക്കട്ടെ. ആദർശേട്ടൻ അവിടെ എന്തോ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടിയിൽ എനിക്ക് ഞാൻ ഇടാൻ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തൊന്ന് പിടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിയിലിട്ട് അങ്ങനെ ശീലില്ല ചേട്ടാ. അങ്ങനെ ഞാൻ തൊട്ടിയിലിട്ട് ആട്ടുമ്പോഴേക്കും അമ്മ വന്നു. പിന്നെ അമ്മ നോക്കിക്കോളൂ കേട്ടോ. അമ്മ ആട്ടി പാട്ടൊക്കെ പാടിയിട്ട് അവനങ്ങനെ ഉറക്കിക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് നോക്കിയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ മെഷീനിൽ വെച്ചാൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിമോട്ടിൻ്റെ ബാറ്ററി ഇട്ടിട്ട് അതിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം. നോക്കിയപ്പോൾ ഞാനൊരു 7 കിലോൻ്റെ അടുത്ത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഓവർ വെയിറ്റ് ആണ്. ഇനിയും നന്നായിട്ട് തടി കുറയ്ക്കണം കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നിന്ന് നോക്കട്ടെ ഇനി വെയിറ്റിന് വല്ല മാറ്റം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു മാറ്റമില്ല കേട്ടോ. അത് സെയിം തന്നെയായിരുന്നു. വെയിറ്റ് ഒക്കെ നോക്കി റിമോട്ടറിൻ്റെ ബാറ്ററി ഇനി തിരിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ നല്ല ആട്ടേക്കും. അതൊക്കെ വേഗം തിരിച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.